ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ഡാഡ് എന്താ പറഞ്ഞ ഫ്രണ്ടിന് മോനിക്ക് മാരേജാ? എന്താ ഡാഡ്? ആരാ ഡാഡ് പറയണേ? ഇല്ല അമ്മ, നിന്റെ ചേട്ടന്മാർ. ആ, എൻ്റെ ചേട്ടൻ? എൻ്റെ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഷോക്കായി. ചേട്ടാ ഇവിടെ ഉണ്ടോ? അതെ, ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായാ? ഇവിടെയാണ് ചേട്ടന് ജോലി കിട്ടുന്നുണ്ടോ. പിന്നെ ചേട്ടനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനിക്ക് മാരേജ്, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ശരി അമ്മ, ശരി ഓക്കെ ഡാഡ്, ശരി ഓക്കെ വാ. അതിനായിട്ട് എല്ലാവരും വന്നു വീട്ടിൽ. വാ, വീട് നന്നായിട്ട് വലിയ ഉണ്ടല്ലേ. അങ്ങനെ വീട് നോക്കിയായിരുന്നു. അവർ ഫോട്ടോസ് നോക്കിയായിരുന്നു. അതെ, അവർ പോകുന്ന വീട് താമസിക്കുക കാറിൽ പോയോണ്ടായിരുന്നു. കാർ എയർപോർട്ടിൽ ഇറങ്ങി വന്ന് കാറിൽ അത് മച്ചി നന്നായിട്ടുണ്ടല്ലോ വീട്. ഡാഡ്, ഇതെന്താ വീട് ഡാഡ്? ദേ വലിയ വീടാണ്, ഗസ്റ്റ് ഹൗസ്. ഇല്ല, എല്ലാ റൂമുണ്ട്. എല്ലാ റൂമിലും അങ്ങനെ താമസിക്കാം. മൂന്ന് പേരാ ഹീറോയിൻ്റെ മമ്മിക്ക് ഫ്രണ്ട്സൊക്കെ. അവർ മൂന്ന് പേര് ഡാഡി ഫ്രണ്ട്സ്. അതേമാതിരി ഹീറോയിൻ്റെ മമ്മി ഫ്രണ്ട്സാണ്. അപ്പം നമുക്ക് എപ്പോൾ ഡെയിലി കിച്ചണിൽ കഥ പറയുക, കുക്കിംഗ് ചെയ്യുക, അങ്ങനെ മൂന്ന് പേര് പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അവർ അമ്മയ്ക്ക് എന്ത് ജോലി ഇല്ലല്ലേ, വീട്ടിലിരിക്കുന്നതല്ലേ. ഇത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് അമ്മച്ചി നമ്മ മൂന്ന് പേര് കറങ്ങാം, കുളിക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം എല്ലാം ചെയ്യാമല്ലേടി. ആ, അതെ അതെ, അങ്ങനെയായിട്ട് രണ്ടുപേരും പറയായിരുന്നു. ഹീറോയി തലക്ക് ചേച്ചി അയ്യോ എന്ത് സംഭവം ഇത്. നന്നായിട്ട് അവർ വീട്ടിലൊക്കെ എത്തി. വീട്ടിൽ വന്ന് അവർ നോക്കിയായിരുന്നു വീട്. വാവ് നന്നായിട്ടുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് അകത്ത് വന്നായിരുന്നു. ഹീറോയിൻ്റെ മമ്മി എല്ലാവരും വാ കിച്ചൺ നോക്കാം. കിച്ചൺ അല്ല അവർ പറയാൻ എൻ്റെ കിച്ചൺ റൂം. ഹീറോയി പറയാൻ തുടങ്ങി. മോം എനിക്ക് മീത്ത റൂം ഓക്കെ. എന്താ മണി പറയണേ? അതെ മോം, അങ്ങനെ പറയാം. മൂന്ന് പേരാ പറഞ്ഞത് ഞങ്ങൾക്ക് മീത്ത റൂം വേണോ? ഓ ശരി ഓക്കെ, ഞങ്ങൾ മീത്ത റൂമുണ്ട് മോം, നിങ്ങൾ മീത്ത് വാ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് താഴത്തെ റൂം ഓക്കെ. എല്ലാവരും താഴത്തെ റൂം ഓക്കെ ആയിരുന്നു. നമ്മൾ മൂന്ന് പേർക്ക് മൂന്ന് റൂം. അയ്യോ ചൂ ചൂ എന്നവർ പറയുന്നു. എടി മച്ചി, അടേ മച്ചി, ഇതിലൊന്ന് ഇതുണ്ട് സ്റ്റെപ്പ് പ്ലേസ് റൂം നിനക്ക് ഓക്കെ അല്ലടി എന്നായിട്ട് രണ്ട് ഫ്രണ്ട്സ് പറയുന്നു. മച്ചി ഇത് എനിക്ക് വേണ്ട, എനിക്ക് ഈ റൂം ഓക്കെ. ഇവിടെ എല്ലാം ബുക്കുണ്ട്. അതാണ് എത്തി പറയായിരുന്നു. എനിക്ക് ബുക്ക് റൂം ഓക്കെ, നീ ബുക്ക് റൂം എടുത്തോ. ഇത് ഗെയിം കളിക്കുന്ന ഇത് തിയേറ്റർ ഉണ്ട് ഈ പ്ലേസിൽ. ഈ റൂം എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. നിനക്ക് ഇത് ഓക്കെ, എനിക്ക് ഓക്കെ, ഇത് കാത്തുകൊള്ളാൻ ഈ പ്ലേസ് ഓക്കെ. അങ്ങനെ പറഞ്ഞ റൂമും എല്ലാ റൂം ഷെയർ ചെയ്ത് നൈറ്റായിരുന്നു. എല്ലാവരും ഉറങ്ങായിരുന്നു. എന്നാൽ രാവിലെ പിന്നെ അച്ഛനും ശരി ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞ് അവരോട് അച്ഛൻ പോയി. മൂന്ന് പേരെ അച്ഛൻ പോയി. അതിനായിട്ട് ചേട്ടന്മാർക്ക് റൂമുണ്ടായിരുന്നു. അതെ, മൂന്ന് പേരെ ചേട്ടനിക്ക് മുകളിൽ റൂമുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് പേരെ ഇച്ച വന്നു. മോം എത്തിയോടാ. എത്തി മോം, നിങ്ങളിപ്പോൾ വന്നതാ? അതെടാ, കുറച്ച് നാൾ അമ്മേൻ്റെ കൂടെ താമസിക്കാം. ശരി അമ്മ, ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങളിവിടെ താമസിക്കാം. വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ വേറെ പ്ലേസിലാണ്, ഹോസ്റ്റലിലാണ് താമസിച്ചത്. അങ്ങനെ പറഞ്ഞു മൂന്ന് പേരെ അച്ഛനും ചേട്ടന് വന്നു. ചേട്ടൻ പറയുന്നതാണ്. ആദ്യം പറയാൻ തുടങ്ങി. അമ്മ, എൻ്റെ അനിയത്തി എവിടെ? നിൻ്റെ അനിയത്തിയാ ഇവിടെ ഉറങ്ങാം. ആദ്യം വന്നു. ഇവളെവിടെ ഉറങ്ങാം? എൻ്റെ ചെല്ലക്കുട്ടി, ചക്കരക്കുട്ടി എവിടെ? എൻ്റെ ചേട്ടൻ്റെ അനിക്കുട്ടി. അനു അനു അനു, ഇവളെന്താ ചെയ്യുന്നത്? എടി അനു. അയ്യോ ചേട്ടാ, നീ എന്താ ചെയ്യാ? ചേട്ടന് ബൈക്കിൽ ഒരു ഗേളിന് കണ്ടായിരുന്നു ഡ്രീമിൽ. എന്താ ഡ്രീമിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ചേട്ടനിക്ക്? ഇത് ചേട്ടനക്ക് ഷോക്കായിരുന്നു. എന്താ ഇവള് പറഞ്ഞ ഗേൾ ഫ്രണ്ടാ? എനിക്ക് ഗേൾ ഫ്രണ്ടേ ഇല്ല ചേട്ടാ. ഡ്രീമിൽ വന്നതുപോലെ സംഭവിക്കൂ. അപ്പോൾ സമാധാനം ചേട്ടനിക്ക്. ഇവൾ ഡീറ്റെയിൽസിൻ്റെ പറഞ്ഞ എൻ്റെ ചേട്ടൻ കണ്ണം പിന്നെ പറഞ്ഞാൽ എന്താ ചെയ്യുക? എൻ്റെ മനസ്സിൽ പറയുന്നത് ചേട്ടനിക്ക് കല്യാണം ഇപ്പോൾ ഒരു ചേട്ടൻ ഇപ്പോൾ പോയപ്പോൾ ചേട്ടാ എനിക്കൊരു ക്യൂട്ടായിട്ട് ഒരു ഗേൾ കാണാൻ മീറ്റ് ചെയ്യുമ്പോൾ ചേട്ടാ എനിക്ക് ഡ്രീം നടന്നതെല്ലാം നടക്കുന്നു ചേട്ടാ. അതറിയോ ചേട്ടനിക്ക്? അങ്ങനെയാണോ? ശരിമാ പോവാ. നിൽക്ക് ചേട്ടൻ ചോക്ലേറ്റ് ഇടണമെന്ന്. രണ്ടുപേര് പൂജ തുറക്കടി പൂജ. എടി പൂജ. അങ്ങനെ ഒരു പൂജൻ്റെ ചേട്ടൻ ഓയൊക്കെ പറയാനെ. പൂജ ചേട്ടാ എന്താ പൂജ ചെയ്യുന്നത്? ഇല്ല ചേട്ടാ, ഉറക്ക് വന്നൊരു ടയർഡായി. ശരി വാ. അങ്ങനെ പൂജനെ വിളിച്ചോണ്ട് വന്നു. അയ്യോ കീർത്തി 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 ചേട്ടാ എന്താ ചെയ്താ വാവലിൽ. അങ്ങനെ മൂന്ന് പേരെ ചേട്ടൻ വെളിയിൽ വിളിച്ച്. എന്താ ചേട്ടാ എന്ന് വിളിച്ചത്? ഇല്ല, നിങ്ങൾ എന്താ ചെയ്തു ചേട്ടാ? അതൊന്നും ചെയ്യില്ല. ശരി, നിങ്ങൾ എൻ്റെ കൂടെ ഷോപ്പിംഗ് പോവാ ചേട്ടാ. പറഞ്ഞക്ക് നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ കൂടെ ഷോപ്പിംഗ് പോവാ. ശരി ചേട്ടാ. അങ്ങനെ മൂന്ന് പേര് കുളിച്ച് ഫ്രഷ് ആയി. ചേട്ടൻ അർജുൻ ഹീറോയുടെ ചേട്ടന്മാരും പിന്നെ ഹീറോയുടെ ഫ്രണ്ട് ചേട്ടന്മാരും അവർ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. എന്താ ചേട്ടാ? ഡ്രസ്സ് എടുക്കാൻ പോവാം. മാരേജ് അല്ലേ? മാരേജിക്ക് നിന്നെ ചേട്ടാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്? മമ്മിക്ക് ഡ്രസ്സ് ഓൾറെഡി ഞാൻ എടുത്തു, അച്ഛനും എടുത്തു. ഇനി നിങ്ങൾക്ക് മൂന്ന് പേർക്കാണ് ഞങ്ങൾ എടുക്കാനുള്ളത്. മാരേജ് എനിക്കാ ചേട്ടാ എന്ന് ഹീറോയി ചോദിച്ചു. അതുകൊണ്ട്
എന്തേ നിനക്കാ പിന്നെന്താ ചേട്ടാ എന്നെ കല്യാണം പോലും മതി കൊണ്ടുപോകുന്ന ചേട്ടാ എന്ന് ചേട്ടന് വെരുപ്പെത്തി. ചേട്ടൻ തലക്കച്ചി അയ്യോ എൻ്റെ കല്യാണത്തിന് ഉം, എൻ്റെ കല്യാണം ഗ്രാൻഡായി ചെയ്യാൻ പോവാം. അതുകൊണ്ട് എൻ്റെ കല്യാണം ഇടുന്നില്ല. എനിക്ക് കല്യാണിക്ക് ചെക്കന് ഓടിപ്പോയി ഞാൻ എന്ത് ചെയ്യാ. ചേട്ടാ കോമഡി ഒന്നും പറയട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. അതേ മതി കീർത്തി. ചേട്ടാ എനിക്കും കല്യാണമാണോ എന്ന് കീർത്തി ചോദിച്ച ചേട്ടൻ കീർത്തിയുടെ ചേട്ടൻ കാണാനൊക്കെ വന്ന് എന്ത് അതൊക്കെ ചേട്ടാ എനിക്ക് ഡ്രസ്സ് കൊണ്ടാൻ പോകുന്നത്. അതേപോലെ പൂജയും കേട്ടു പൂജ ചേട്ടാ അതേ ഡ്രൈവർ ഇറങ്ങി. ഇവരെ വെച്ച് ഞാൻ എന്ത് ചെയ്യാം. 3 പേരെ ചേട്ടൻ എനിക്ക് തലയിൽ ഇടി വീണത്. അയ്യോ വാടിയെടുക്കാം വിളിച്ചോണ്ട് പോയായിരുന്നു. ഫസ്റ്റ് 3 പേര് ഹീറോയി വാവ് ഈ പ്ലേസ് ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. ഹീറോയി വാന്ന് വായ ഒന്ന് നോക്കിയായിരുന്നു. അയാൾ നടന്നുകൊണ്ട് പോകുമ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് പോയി അവിടെ ഒരു ഡ്രസ്സ് ഷോപ്പ് ഡ്രസ്സ് പ്ലേസിൽ ഒരു ഡ്രസ്സ് കണ്ടു. വാവ് നന്നായിട്ടുണ്ട് ഒരു ഡ്രസ്സ്. ഞാൻ ജോലിയായിട്ട് ഹീറോയി നോക്കിയായിരുന്നു ആ ഡ്രസ്സ്. ഹീറോയുടെ ചേട്ടാ എവിടെ പോയി ഇവള് മോളെ എന്താ ചേട്ടാ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ചേട്ടാ. ഇത് ഓർഡർ ചെയ്തത് വൈറ്റ് ഡ്രസ്സാണ് അതുകൊണ്ട് അതല്ല നല്ല ഡിസൈൻ ആയിട്ടുണ്ട് ചേട്ടാ. എനിക്ക് ഈ ഡ്രസ്സ് ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഈ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു. 2 പേരും അതെ ഡിസൈൻ പറഞ്ഞ ചേട്ടാ. പിന്നെ ഒരു ഡ്രസ്സിന് മേലെ കണ്ണുണ്ടായിരുന്നു അതെ പാട്ട് ഡ്രസ്സ്. ചേട്ടാ എനിക്ക് ഈ ഡ്രസ്സ് വേണം ചേട്ടാ പ്ലീസ്. ശരി ശരി ഓക്കെ ടെൻഷൻ ആക്കട്ടെ. അങ്ങനെ അവർ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം മേങ്ങി കഴിഞ്ഞു. അങ്ങനെയായിട്ട് വന്നു വീട്ടിൽ. അമ്മ എന്താടാ ഡ്രസ്സെല്ലാം മേങ്ങി കഴിഞ്ഞു? മേങ്ങി കഴിഞ്ഞമ്മ. എന്താടാ നിങ്ങൾ 3 പേരും വീട് വാടിപ്പോയി. 3 പേരും അമ്മയായിട്ട്. അമ്മ അവരെ തിരിഞ്ഞു നോക്ക്. അവരുടെ കയ്യിൽ ലൈസ് തിന്നുള്ള 2 പേരെ വരാൻ തുടങ്ങി. അതുപോലെ കൂൾ ഡ്രിങ്ക്സ് കുപ്പി ഫുള്ള് പാക്ക് കൊണ്ടുവരാൻ തുടങ്ങിയായിരുന്നു. എന്തൊരു ഇത് ചെയ്യുന്നത് അമ്മ. ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വാങ്ങി തന്നു ഐസ്ക്രീം വാങ്ങി തന്നു എല്ലാം പറയാൻ തുടങ്ങി. അമ്മക്ക് തല കറങ്ങുന്ന മതിയായി. ഷോ ഇവരെ വെച്ച് എന്ത് ചെയ്യാം. ആ നൈറ്റ് എല്ലാവരും നൈറ്റായിരുന്നു. നൈറ്റ് അതെ നൈറ്റ് ഇങ്ങനെ പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ അവർ പോയിരുന്നു. പാർട്ടിയിൽ ഒരു പിങ്ക് കളർ ഡ്രസ്സ് അത് പിങ്ക് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ നല്ല മിന്നിന് പിങ്ക് കളർ അതെടുക്ക് പോയിരുന്നു. അതെ ഇങ്ങനെ അവരെല്ലാം സംസാരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയും ഫ്രണ്ട് കൂടെ വന്നായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവരെല്ലാം സംസാരിക്കുക 47 ബോയ്സ് വന്നായിരുന്നു ആ പ്ലേസ്. അതെ BTS ബോയ്സ് വന്നായിരുന്നു. ഹീറോ നോക്കി തുടങ്ങി. വാ അവരെ കാണുമെന്ന് മനസ്സിലല്ലേ റിയാക്ഷനും കാട്ടണ്ട. വാ നന്നായിട്ടുണ്ട്. ഇങ്ങനെ 3 പേര് ജൊല്ല് കിട്ടിയായിരുന്നു. അതായത് ഇവളാരാ നോക്കുന്നതെന്ന് 2 പേര് മുറിക്കായിരുന്നു. നോക്കുമ്പോൾ അവിടെ 2 ബോയ്സ് ഉണ്ടായിരുന്നു.